അപ്പോൾ നമ്മൾ ഇന്ന് സൺസെറ്റ് സീരീസിന്റെ വേറെ ഒരു പെയിന്റിംഗ് ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടുപോകുക. ഇതിലും കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് ഒരു പോസ്റ്റർ കളർ പെയിന്റിംഗ് ആയിരുന്നു അത്. അപ്പോൾ ഇന്നത്തെ പെയിന്റിംഗ് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവുമല്ലോ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ പെയിന്റിങ്ങിൽ ഞാൻ കുറച്ച് എക്സ്ട്രാ എലിമെന്റ്സും കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരും കഴിഞ്ഞതിനെക്കാട്ടും. അപ്പോൾ ആദ്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പോലെ തന്നെ സ്കൈ ചെയ്യുകയാണ്. അപ്പോൾ സൺസെറ്റ് അതിനെ കൊണ്ട് ഒരു ഓറഞ്ച് ഷെയ്ഡിലെ റെഡ്, അതായത് ഇത് പോസ്റ്റർ കളറിലുള്ള പോസ്റ്റർ റെഡ് കളറാണ്. ആ കളറിൻ്റെ കൂടെ നമ്മൾ ലെമൺ യെല്ലോ മിക്സ് ചെയ്തിട്ട് അടിക്കുകയാണ്. ഇത് 1/4 സൈസ് ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന പോസ്റ്റർ കളർ അതിനെ കൊണ്ട് തിക്കായിട്ട് എടുത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല രീതിക്ക് വരും. വെള്ളം യൂസ് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാട്ടർ കളർ പോലെ കളേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മേർജ് ആവുമോ ബ്ലെൻഡ് ആവുന്നൊന്നുമില്ല. അപ്പം അതുകൊണ്ട് അതിലും കുറച്ചും കൂടി നല്ലതുണ്ടാവുക നമ്മൾ തിക്കായിട്ട് പെയിന്റ് എടുത്ത് അപ്ലൈ ചെയ്യുമ്പോൾ. തിക്കാക്കുന്നത് അതേപോലെ പെയിന്റ് എടുത്ത് അതിൻ്റെ മുകളിൽ ആക്കണ്ട. അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂട്ടിയിട്ടാണ് നമ്മൾ സ്പ്രെഡ് ഔട്ട് ചെയ്യുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പെയിന്റ് വേണ്ടി വരും. അപ്പം അങ്ങനെയല്ല, നമ്മൾ ബാലൻസ് ചെയ്ത് വേണം യൂസ് ചെയ്യാൻ. എന്നിട്ട് അതിൻ്റെ ഇടയിൽ കുറച്ച് ലെമൺ യെല്ലോ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഇതേപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് എന്താ പറയുക, വാട്ടർ കളർ പോലെ നമ്മൾ യെല്ലോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യെല്ലോ മെർജ് ആയി പോവില്ല. ഇൻസ്റ്റഡ് ആക്രിലിക് പോലെ അത് എടുത്ത് നിൽക്കുകയാണ് ചെയ്യുക. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. അപ്പം നമ്മൾ ചെയ്യുമ്പം സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചെയ്യുക. നമ്മളിത് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് ഒരു ലെയർ ഡ്രൈ ആയി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ബ്ലെൻഡാക്കി ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ള പരിപാടിയൊന്നും ഇതിനകത്ത് നടക്കില്ല ആക്രിലിക്കിൽ ചെയ്യുന്ന പോലെ. അത് പറ്റാത്തതിനെ കൊണ്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ധാരണ വേണം. നമുക്ക് വാട്ടർ കളറിൽ ചെയ്യുന്ന പോലെ തന്നെ ഒരു ധാരണ വേണം എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. എന്നിട്ട് പെയിന്റ് ചെയ്ത് തുടങ്ങുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു മിസ്റ്റേക്സ് അങ്ങനെ ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ സ്കൈ കംപ്ലീറ്റ് ചെയ്തു. ഇനി വാട്ടറിൻ്റെ ഏരിയ ചെയ്യുകയാണ്. അപ്പോൾ വാട്ടറിൻ്റെ ഏരിയ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടി വെള്ളം കൂട്ടിയാണ് പെയിന്റ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ തിക്നെസ് വേണ്ട. സംഭവം എന്താണ്, സ്കൈൻ്റെ റിഫ്ലക്ഷൻ ആണ് വെള്ളത്തിൽ കാണുന്നത്. അപ്പോൾ ആ സ്കൈൻ്റെ അത്രയും ബ്രൈറ്റ്നസ് ചില ഫോട്ടോസിൽ നമുക്ക് കാണാം, അത് അങ്ങനെ തന്നെയാണ് വരുന്നത്. പക്ഷെ ഇവിടെ ആ ഒരു ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ആവുന്ന രീതിക്കാവാനും പിന്നെ അതേപോലെ വെള്ളത്തിൻ്റെ വേവ്സ് പോലൊക്കെ തോന്നാൻ വേണ്ടിയിട്ട് കുറച്ചധികം വെള്ളം കൂട്ടിയിട്ട് പെയിന്റ് സ്പ്രെഡ് ഔട്ട് ചെയ്യുക. അപ്പം മുകളിൽ എന്താണോ ചെയ്തത് അതേപോലെ തന്നെ താഴെ ചെയ്യുക. ഞാനിവിടെ കണ്ടില്ല, ആ യെല്ലോ ഏത് ഡയറക്ഷനിലാണ് കൂടുതലുള്ള അതേ ഡയറക്ഷനിൽ യെല്ലോ താഴെയും കൂടുതൽ കൊടുക്കുക. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരു ഹൊറൈസൺ ഡിവൈഡ് ചെയ്യണം. സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇത് ഞാൻ ജസ്റ്റ് ബേസ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഹൊറൈസൺ ചെയ്യണം. അപ്പോൾ ഹൊറൈസൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം മാർക്ക് ചെയ്തു. പിന്നെ ഒന്നും കൂടി അത് കറക്റ്റ് അവിടെ തന്നെയാണ് പൊസിഷൻ എന്നുള്ള രീതിക്ക് മൗണ്ടെയിൻസ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കുറച്ച് ബ്ലൂവും റെഡും യെല്ലോവും മിക്സുള്ള ഒരു കളർ, ഒരു ബ്രൗൺ ഷെയ്ഡിൽ വരുന്നൊരു കളർ വെച്ചിട്ട് ജസ്റ്റ് അതൊന്ന് ആ മൗണ്ടെയിൻസിൻ്റെ ഹൈറ്റൊക്കെ ഒന്ന് കറക്റ്റ് ആക്കി. ഇല്ല, ജസ്റ്റ് ട്രാക്ക് ചെയ്യുക കേട്ടോ. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവുമോ എന്നൊക്കെ ഒരു ഐഡിയ ഇട്ടുണ്ട്. അതിന് വേണ്ടി ജസ്റ്റ് ട്രാക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴ്ന്ന് കുറച്ച് എനിക്കൊരു പ്ലാന്റ്സ് ഒക്കെ വരയ്ക്കണം തോന്നി. അപ്പം അതുകൊണ്ട് അതങ്ങനെ ഒരു ഷ്രബ്, ഒരു ബുഷ് പോലെ വരയ്ക്കുകയാണ്. അതിന് ഇവിടെ സൈസ് 6 റൗണ്ട് ബ്രഷ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ബുഷ് അങ്ങനത്തെ ഒക്കെ വരയ്ക്കുമ്പം അതിൻ്റെ അറ്റത്തോട്ട് കുറച്ച് കൂടി എന്താ പറയുക, ബാക്ക്ഗ്രൗണ്ടിലുള്ള സാധനം കാണുന്ന പോലെയും നടുവിലേക്ക് ടുവേർഡ്സ് ദ എൻഡിലും താഴോട്ട്, ഈ പേപ്പറിൻ്റെ താഴോട്ടേക്ക് കുറച്ചും കൂടി ഫിൽഡ് അപ്പ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിന് കുറച്ചും കൂടി അതൊരു പ്ലാന്റ് പോലെയൊക്കെ തോന്നും. ഇൻസ്റ്റഡ് നമ്മൾ നടുവിലൊക്കെ ഇങ്ങനെ എന്താ പറയുക സീത്രൂ പോലെ വരച്ചു കഴിഞ്ഞാൽ അത് അത്രയൊക്കെ അങ്ങോട്ട് എഫക്റ്റീവ് ആവില്ല. അപ്പം നമ്മൾ പ്ലാന്റ്സ് വരയ്ക്കുമ്പം ആ ഷ്രബ് എന്ന് പറയുന്ന ഏരിയൻ്റെ ചുറ്റും കുറച്ച് എന്താ പറയുക ഒരു പുറത്തേക്ക് പോലെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കുറച്ചിങ്ങനെ എന്താ പറയുക ഫിൽഡപ്പ് ആയിട്ടല്ല വരയ്ക്കുന്നത്, കുറച്ച് അങ്ങനെ ഇങ്ങനെ കുറച്ച് വിട്ട് ഗ്യാപ്പ്, ആ ഓറഞ്ച് കളർ അതിൻ്റെ ഉള്ളിൽ കൂടെ കാണുന്ന പോലെയാണ് ടുവേർഡ്സ് ദ എൻഡ് വരയ്ക്കുന്നത്. പക്ഷേ ആ ചെടീൻ്റെ താഴോട്ട്, അതായത് ടുവേർഡ്സ് ആൻഡ് പേപ്പർ തീരാൻ പോകുന്ന സ്ഥലത്തേക്ക് പക്ഷേ ഫില്ലപ്പ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി പ്ലാന്റ് പോലെ, അല്ലെങ്കിൽ ഒരുപാട് ക്രൗഡഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് നിൽക്കുന്ന പോലെ നമുക്ക് തോന്നാനുള്ളൊരു ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്.
ഇതിപ്പം എന്താ പറയുക ചിൽ ഔട്ട് പോലെ, അല്ലെങ്കിൽ ആ ലൈറ്റ് അവിടെ നിന്നാണ് ലൈറ്റ് വരുന്നത്, അതുകൊണ്ട് ഇപ്പുറത്തെ സൈഡിൽ ഭയങ്കര ഡാർക്ക് എന്നുള്ള രീതിക്കാണ് നമ്മൾ ഈ ഒരു കളർ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്. ഇതൊന്നുമില്ല, ഇത് ബ്ലൂവും കൊബാൾ ബ്ലൂവും പോസ്റ്റർ റെഡും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഡാർക്ക് കളർ കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഇത് ഇനി ഇതേപോലെ തന്നെയാണ് നമ്മൾ നോർമൽ പ്ലാന്റ്സ് അല്ലെങ്കിൽ കളർഫുൾ ആയിട്ടുള്ള ഗ്രീനുള്ള പ്ലാന്റ്സിനും ചെയ്യുന്നത്. നമ്മൾ ബേസ് അടിക്കും, അപ്പം താഴെ ഉൾഭാഗം കുറച്ച് ഫിൽഡപ്പ് ആയിട്ടും പുറത്തേക്ക് വരുന്ന ഭാഗം കുറച്ച് ഇങ്ങനെ ഈ ഒരു ഗ്യാപ്പ് സീത്രൂ എന്ന് പറയുമ്പോൾ അപ്പുറത്തെ ഭാഗം കാണുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി പ്ലാന്റ് പോലെ തോന്നും. ഇനി നമ്മൾ ഏറ്റവും ബാക്കിൽ കുറച്ച് മൗണ്ടെയിൻസ് വരച്ചു. ഇതേ കളർ യൂസ് ചെയ്തിട്ടാണ് മൗണ്ടെയിൻ വരച്ചത്. പിന്നെ ആ സണ്ണിൻ്റെ അവിടെ നേരെ താഴോട്ടുള്ള പൊസിഷനിൽ കുറച്ചൊന്ന് ലൈറ്റ് ആക്കി, അവിടെ ഒന്നും കൊടുത്തില്ല. നമ്മൾ ആദ്യം കൊടുത്ത കളറിനെ അവിടെ മെയിൻറ്റെയിൻ ചെയ്തു. അപ്പം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലൈറ്റ് അവിടെ വീണിട്ട് അവിടെ ഭയങ്കരമായിട്ടൊരു വെളിച്ചമുണ്ടെന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് കുറച്ചൊരു ഒരു മരത്തിന്റെ ബ്രാഞ്ച് താഴോട്ട് വരുന്നുണ്ട് എന്നുള്ള രീതിക്ക് വരയ്ക്കുകയാണ്. ഈ സെയിം കളർ യൂസ് ചെയ്തിട്ടാണ് അതും വരയ്ക്കുന്നത്. കാരണം നമുക്ക് ഫുൾ ലീഫും എല്ലാം കഴിഞ്ഞിട്ട് ഇത് വേണമെങ്കിൽ കുറച്ചും കൂടി ബ്ലാക്ക് യൂസ് ചെയ്തിട്ട് ഒരു ഡിസ്റ്റിങ്ക്വിഷ് ചെയ്ത് നിൽക്കാൻ വേണ്ടി ബ്ലാക്ക് യൂസ് ചെയ്ത് വരയ്ക്കാം. ഇപ്പം ഇങ്ങനെ വരച്ച് ജസ്റ്റ് ട്രാക്ക് ചെയ്യാണ്. ഇനിയിപ്പോൾ പുതിയൊരു കളർ മിക്സ് ചെയ്യാൻ പോകുന്ന രീതിക്ക് ട്രാക്ക് ചെയ്ത് എല്ലാം വരയ്ക്കണം. അപ്പോൾ ബ്രാഞ്ച് വരയ്ക്കുന്നത് നേരത്തെ എടുത്ത് അതേ റൗണ്ട് ബ്രഷ് യൂസ് ചെയ്തിട്ടാണ്. നിങ്ങൾക്ക് റൗണ്ട് ബ്രഷ് വെച്ച് വരയ്ക്കാനുള്ള കോൺഫിഡൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ബ്രഷ് യൂസ് ചെയ്തിട്ടും വരയ്ക്കാം. എന്നിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഓൾറെഡി മരത്തിന്റെ മുകളിൽ ലീവ്സ് എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ റൗണ്ട് ബ്രഷ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഡാബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഡാബ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താണ്, ഉള്ളിലേക്ക് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള കളറും പുറത്തേക്ക് കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള കളറും കൊടുക്കുക. അപ്പോൾ ലൈറ്റ് ആയിട്ട് ഇപ്പോൾ ഈ ഒരു കേസിൽ ഫുള്ള് ഓറഞ്ച് ആ ഒരു വാം പെയിന്റിങ് ആയതിനെ കൊണ്ട് ഡാർക്ക് ആയിട്ടുള്ള കൂടുതൽ ബ്ലൂവും റെഡും മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിക്സ് വെച്ചിട്ട് നമ്മൾ ഡാബ് ചെയ്ത് കൊടുക്കുക. കുറച്ചും കൂടി ഔട്ട് സൈഡ് ലൈറ്റ് തന്നെ പാസ് ചെയ്യുന്നുള്ള ഒരു ഏരിയ വരുമ്പോഴേക്കും എന്താണ് ക്രിംസൺ കൂടുതലുള്ള ഒരു കളർ. ക്രിംസൺ തന്നെ ഡയറക്റ്റ് യൂസ് ചെയ്യണമെന്നില്ല, അങ്ങനെ യൂസ് ചെയ്തപ്പോൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ നിൽക്കില്ല. കാരണം ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ഓൾറെഡി ക്രിംസൺ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ക്രിംസൺ കൂടുതലുള്ള മിക്സ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് കുറച്ച് പുറമേക്ക് കുറച്ച് ലീവ്സ് കൊടുക്കുക. ഇപ്പം നമ്മൾ ചെയ്ത് വിടുമ്പോൾ നമ്മൾ ആദ്യം വരച്ച ബ്രാഞ്ചസ് ഒന്നിനും കാണാനില്ല. അപ്പം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്ക് ബ്ലാക്ക് യൂസ് ചെയ്ത് വരയ്ക്കാം. പിന്നെ ഇനി ആ സണ്ണിന്റെ നേരെ താഴെ കുറച്ച് ആ ഒരു വെള്ളത്തിന്റെ മുകളിലെ ലൈറ്റ് വീണിട്ടുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് യെല്ലോ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി വൈറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. കുറച്ചും കൂടി ഗ്യാപ്പ് കൊടുക്കാം, കുറച്ചും കൂടി ഓറഞ്ച് ആഡ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങളൊരു ഐഡിയ അനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ് അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ ജസ്റ്റ് യെല്ലോ യൂസ് ചെയ്തിട്ടാണ് ആ ലൈൻസ് താഴോട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് നിങ്ങളിഷ്ടം പോലെ നിങ്ങൾക്ക് ആഡ് ചെയ്യാന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ഞാൻ ചെയ്തു തരുന്ന ഇങ്ങനെ കോപ്പി അടിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്ത് അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ എന്നാലും നിങ്ങൾ കുറച്ച് ഐഡിയാസും കൂടി ഇതിനകത്തേക്ക് ഇൻപുട്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം എപ്പോഴും ഇങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്ത് തരാൻ പറ്റില്ലല്ലോ. കാരണം നിങ്ങളെ ഐഡിയാസ് ആണ് നമുക്ക് ഗ്രോ അപ്പ് ചെയ്യേണ്ടത്, അതായത് അതാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങളെ ഐഡിയാസും കൂടി കുറച്ച് നിങ്ങൾ ഇപ്പോൾ ഒരു പെയിന്റിങ് ചെയ്യുമ്പം അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. ഇനി ചില എലിമെന്റ്സ് ഒന്നും നിങ്ങൾക്ക് അറിയില്ല, ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു സ്വാനിനെ ഒക്കെ വരയ്ക്കണമെന്നുണ്ട്, അല്ലെങ്കിൽ താറാവിനെ വരയ്ക്കണം, ഡക്കിനെ വരയ്ക്കണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക, ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പോൾ സക്സസ്ഫുൾ ആവും, ചിലപ്പം നിങ്ങൾക്ക് വേറെ എക്സ്ട്രാ ട്യൂട്ടോറിയൽസ് കാണേണ്ടി വരും അത് ശരിയാക്കണമെന്നുണ്ടെങ്കിൽ. എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഒക്കെ തോന്നുകയാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക, ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ സ്വയം ട്രൈ ചെയ്യാതെ അതിനകത്തൊരു ഇമ്പ്രൂവ്മെന്റ് വരില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രാഞ്ചിന് ബ്ലാക്ക് കൊടുക്കുകയാണ്. ഫുൾ കംപ്ലീറ്റ് ഇങ്ങനെ ബ്രാഞ്ച് പോലെ വരയ്ക്കൊന്നും വേണ്ട, കാരണം അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് ലീവ്സ് വരുന്ന പോലെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്യാപ്പ് അവിടെയും ഇവിടെയൊക്കെ വിട്ടിട്ട് ബ്ലാക്ക് കൊടുക്കുക.
പിന്നെ വെള്ളത്തിന്റെ ആ വേവ്സ് തോന്നിക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് യൂസ് ചെയ്തിട്ട് കുറച്ച് ലൈൻസ് ഇട്ട് കൊടുക്കുക, അങ്ങനെ വേവ്സ് പോലെയാണെന്ന് തോന്നാൻ വേണ്ടിയിട്ട്. ഇത് കുറച്ചും കൂടി എന്താ പറയുക റിയലിസ്റ്റിക് അങ്ങനെയൊക്കെ ആക്കുന്നുണ്ടെങ്കിൽ ഇനിയും കുറേ ലെയറും കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. നമ്മളിപ്പോൾ അതൊന്നുമല്ല നോക്കുന്നത്, നമ്മളിപ്പോൾ സിമ്പിൾ ആയിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന കുറച്ച് പെയിന്റിങ് സെഷൻസ് ആണ് നോക്കുന്നത്. കാരണം എനിക്ക് കുറേ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനത്തെ പെയിന്റിങ്സ് ചെയ്യുമോ, ഞങ്ങൾ ബിഗിനേഴ്സ് ആണ്, ഞങ്ങൾക്ക് ഭയങ്കര ടാസ്ക് ആയിട്ടുള്ള ചെയ്യാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവർക്ക് ഒരു കോൺഫിഡൻസ് കിട്ടാൻ, ഒരു സെൽഫ് കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് വർക്ക്സ് നിങ്ങൾക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്ത് തരുന്നത്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. അപ്പം ഇനി സൈഡിൽ കുറച്ച് ബേർഡ്സിനെ കൂടി വരച്ചു കൊടുക്കുക. അപ്പോൾ ബേർഡ്സിനെ എങ്ങനെയാണ് ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കുന്നത് എന്നുള്ള വീഡിയോ ഒക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് തന്നിട്ടുണ്ട്. കുറച്ചും കൂടി എന്താ പറയുക സൂംഡ് ഇമേജിലുള്ള രീതിക്ക് സൂംഡ് ആയിട്ട് വരച്ചിട്ട് കുറച്ചും കൂടി അടുപ്പിച്ച് വീഡിയോ എടുത്തിട്ടുള്ള വീഡിയോ ഒക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ചാനലിൽ പോയി നോക്കുക. ഒരുപാടധികം വീഡിയോസ് ബിഗിനേഴ്സിന് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പോയി കണ്ടു നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.